നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കാസർഗോഡ് ടെലിഫോൺ ഭവന് മുന്നിൽ ജീവനക്കാർ പ്രകടനം നടത്തി. ടവർ കോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള നീക്കത്തിനെതിരെ BSNL ജീവനക്കാർ രാജ്യവ്യാപകമായി ഡിസംബർ 15 പണിമുടക്കും. KSRTE വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം. ജാഥ ഡിസംബർ 20 തിരുവനന്തപുരത്ത് സമാപിക്കും. വനാവകാശ നിയമം നടപ്പിലാക്കുക എന്ന ആവശ്യം കാലിച്ചാനടുക്കത്ത് ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശില്പശാല നടന്നു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം സഹകരണ മേഖല ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിശ്വതുളുവരെ അയാനോ സമാപിച്ചു. 5 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ബദിയടുക്കയിലായിരുന്നു തുളു ഉത്സവം നടന്നു വന്നത്. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBI ശാഖയ്ക്കു മുന്നിൽ ധർണാ സമരം നടത്തി. ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയ ചില്ലറക്ഷാമം പരിഹരിക്കുക, പഴയ സ്വർണത്തിനുമേലുള്ള വാങ്ങൽ നികുതി ഈടാക്കാനുള്ള തീരുമാനം റദ്ദാക്കുക, വ്യാപാരികളുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBIക്ക് മുന്നിൽ ധർണാ സമരം നടത്തിയത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ച തീരുമാനത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ രാജ്യത്തെ കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയും അതോടൊപ്പം കള്ളനോട്ടും അഴിമതിയും ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റവും ഈ രാജ്യത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു തീരുമാനത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വാഗതം ചെയ്യുകയാണ്. ഏത് വിഷയങ്ങളും ഇത്തരത്തിൽ വന്നാൽ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഉടനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയും സംഘടനകളുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കുന്നതിന് ഇത്തരം നോട്ട് നിരോധനം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ ഈ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും പ്രതികരിച്ചില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പൈക്ക അബ്ദുള്ള കുഞ്ഞി, TM ജോസ് തയ്യിൽ, മഞ്ജുനാഥ പ്രഭു, മാഹിൻ കോളിക്കര, AK മൊയ്തീൻ കുഞ്ഞി, C യൂസുഫ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. BSNL എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് സംഘടനകൾ സംയുക്തമായി ഡിസംബർ 15 പണിമുടക്കും. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ടെലിഫോൺ ഭവന് മുന്നിൽ ജീവനക്കാർ പ്രകടനം നടത്തി. BSNLന്റെ 65,000-ത്തിലധികം വരുന്ന ടവറുകൾ പ്രത്യേക കമ്പനിയിലേക്ക് മാറ്റി ടവർ കോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഡിസംബർ 15 രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുന്നത്. ടവർ കമ്പനി രൂപീകരണം BSNLന്റെ ശിഥിലീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും വഴിവെക്കുമെന്ന് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ ഭാഗമായാണ് BSNL ജീവനക്കാർ കാസർഗോഡ് ടെലിഫോൺ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തിയത്. BSNLൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഈ ജനങ്ങളെ അവർക്ക് ആ സേവനം നിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ മാത്രമായിട്ടുള്ള സേവന ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തങ്ങൾ നിശ്ചയിക്കുന്ന വില കൊടുത്ത് വാർത്താവിനിമയ സൗകര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുരാഷ്ട്ര കുത്തകളും പ്രത്യേകിച്ച് റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പിന്നീട് വന്ന കമ്പനികളും ശ്രമിക്കുന്നത്. BSNLന്റെ സമ്പത്താൽ പടുത്തുയർത്തപ്പെട്ട ടവറുകൾ വളഞ്ഞ വഴിയിൽ കൈക്കലാക്കുന്നതിന് ഈ ഇന്ത്യയിലെ കുത്തകൾ ഇന്ത്യൻ ഭരണാധികാരികളുമായി ഒത്തുചേർന്ന് നടത്തുന്ന ഒരു പകൽ കൊള്ളയാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഈ സേവനം എല്ലാ കാലത്തും നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് BSNLലെ തൊഴിലാളികൾ ഈ ഡിസംബർ 15 ദേശവ്യാപകമായി ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രകടനത്തിൽ രവീന്ദ്രൻ കൊടക്കാട്, ശ്രീഹരി ഭട്ട്, EV സുരേഷ്, K ഗംഗാധരൻ, VA ജോഷി, B വിനോദ് എന്നിവർ സംസാരിച്ചു. KSRTE സംസ്ഥാന പ്രചരണ വാഹന ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കം കുറിച്ചു. ജാഥ 20 തിരുവനന്തപുരത്ത് സമാപിക്കും. ജനപക്ഷ ട്രാൻസ്പോർട്ടിന് കാവലാളാകുക, KSRTCയെ രക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുയർത്തിയാണ് ജാഥ. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ദിലീപ് കുമാറാണ് വാഹനജാഥ നയിക്കുന്നത്. ജാഥ 20 തിരുവനന്തപുരത്ത് സമാപിക്കും. CITU ദേശീയ സെക്രട്ടറി KK ദിവാകരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ ജീവനക്കാർക്ക് അവരുടെ വേതനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 15-ാം തീയതിക്ക് അകം കിട്ടേണ്ടിയിരുന്ന പെൻഷൻ ഇന്ന് 13-ാം തീയതിയായിട്ടും
പെൻഷൻകാർക്ക് ആ പെൻഷൻ ലഭിച്ചിട്ടില്ല. വലിയൊരു ദുരന്തമാണ് ഇന്ന് KSRTC നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, K ഭാസ്കരൻ, V ചന്ദ്രൻ, M ലക്ഷ്മണൻ, മോഹൻകുമാർ പാടി എന്നിവർ സംസാരിച്ചു. V രമേഷ് കുമാർ, സുശീലൻ മണവേലി, VC ഷിബു തുടങ്ങിയവരാണ് മറ്റ് ജാഥ അംഗങ്ങൾ. വനാവകാശ നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യം ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലിച്ചാനടുക്കത്തെ ഏകദിന ശില്പശാല നടന്നു. മൂപ്പിൽ സംഘമിത്ര പട്ടികവർഗ പുരുഷ സംഘം ഓഫീസിൽ വെച്ചാണ് ഏകദിന ശില്പശാല നടന്നത്. സംഘമിത്ര പട്ടികവർഗ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ഉദയനഗർ മൂപ്പിൽ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കോടുമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞിക്കണ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. A മാരി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഭൂപേഷ്, M മുസ്തഫ, C മധു, ബാബു KT, രാമചന്ദ്രൻ, R രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോത്രഭൂമി പത്രാധിപർ രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് സിന്ധുരാജ്, അഡ്വക്കേറ്റ് ഇന്ദുജ, അഡ്വക്കേറ്റ് ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം സഹകരണ മേഖലാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സഹകരണ മേഖലാ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. വെറും ബലാത്സംഗത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാതെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എടുത്ത തീരുമാനം, ആ തീരുമാനം എടുത്ത ഇല്ല എന്ന് പറയാനുള്ള അധികാരം ഇല്ലത്തെ മൂപ്പനെ ഇല്ലു എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തീരുമാനമെടുത്ത് അദ്ദേഹം നേരെ ജപ്പാനിലേക്ക് പോവുകയാണ്. പക്ഷെ രാജ്യത്തെ പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ ഉയർന്നു. ഇത് ഇന്നോ ഇന്നലെയോ ആലോചിച്ചൊരു കാര്യമായിരിക്കില്ല. ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ, ഇങ്ങനെ നോട്ട് നിരോധിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ആലോചന ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. K ദിനേശൻ അധ്യക്ഷനായി. ലോക തുളു ഉത്സവം സമാപിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ബദിയടുക്കയിലായിരുന്നു സമ്മേളനം നടന്നു വന്നത്. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ജനമൈത്രി സംഗമം അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. ഹൃദയത്തിൻ്റെ ഭാഷ ലോകത്തെവിടെയും ഒന്നാണ്. മനുഷ്യൻ്റെ വികാരങ്ങൾ ഒന്നാണ്, അവൻ്റെ വേദനകൾ ഒന്നാണ്, അവൻ്റെ അഭീഷ്ടങ്ങൾ, അവൻ്റെ കാമനകൾ ഒന്നാണ്, അവൻ്റെ സ്വപ്നങ്ങൾ ഒന്നാണ്, സങ്കല്പങ്ങൾ ഒന്നാണ്. എവിടെ അധിവസിച്ചാലും, ഭൂമിയുടെ ഏത് ദിക്കിൽ പാർത്താലും, ഏത് ഭാഷ മൊഴിഞ്ഞാലും മാനവരാശിയുടെ മാനസ ലോകം ഒന്നാണ്. സർവോത്തമ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഈശ്വർ, സ്റ്റീഫൻ, മല്ലിക റേ ബാംഗ്ലൂർ, രവീന്ദ്ര തന്ത്രി കുണ്ടാർ, NA നെല്ലിക്കുന്ന് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. യുവ ബ്രിഗേഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാഷ്ലെസ് ദുനിയ പരിപാടി സംഘടിപ്പിക്കുന്നു. ഡിസംബർ 16-ന് മുള്ളേരിയ ഗാനേഷ് കലാമന്ദിരത്തിൽ വച്ചാണ് പരിപാടി നടക്കുക. യുവ ബ്രിഗേഡിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാഷ്ലെസ് ദുനിയ പരിപാടി ഡിസംബർ 16-ന് 4:30-ന് മുള്ളേരിയ ഗാനേഷ് കലാമന്ദിരത്തിൽ വെച്ച് നടക്കും. പരിപാടിയിൽ യുവ ബ്രിഗേഡിയ മാർഗദർശി ചക്രവർത്തി സുലൈബല ക്ലാസ് കൈകാര്യം ചെയ്യും. നിലയും ക്യാഷ്ലെസ് ട്രാൻസാക്ഷനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക എന്ന ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്യാഷ്ലെസ് ദുനിയ എന്ന ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കാര്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് നമ്മൾ കാസർഗോഡ് ജില്ലയുടെ മുള്ളേരിയയിൽ ശ്രീ ഗണേഷ് കലാമന്ദിരത്തിൽ ഇതേ വരുന്ന വെള്ളിയാഴ്ച 16-ാം തീയതി നമ്മൾ വൈകുന്നേരം 4:30 മണിക്ക് ക്യാഷ്ലെസ് ദുനിയ എന്ന ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കൃഷ്ണപ്രസാദ് കാട്ടുകുക്കെ, സർവേഷ ശാന്തൻ, മഞ്ജുനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ഭിക്ഷാടന മാഫിയക്കെതിരെയാണ് ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത്. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഭിക്ഷാടന മാഫിയക്കെതിരെ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് DYSP K ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 8 മണിക്ക് ക്ലബ്ബുകൾ അടക്കണം. എങ്ങനെയാണ് നടപ്പിക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ക്ലബ്ബ് ഭാരവാഹികളെയും വിളിച്ചു വരുത്തി ഇത്
എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ്. 12 മണി വരെ ക്ലബ്ബ് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ക്ലബ്ബിന് അങ്ങനെ ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. പക്ഷേ പല കുട്ടികളും വീട് വിട്ടിറങ്ങുന്നത് ക്ലബ്ബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പലരും തിരിച്ചു പോകുന്നത് 1 മണിക്കും 2 മണിക്കല്ല ആണ്. അതിനിടയിൽ അവരെ കാട്ടിക്കൂട്ടുന്ന വിക്രയകൾ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവരും അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ കുട്ടികളാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ മുഖ്യാതിഥിയായിരുന്നു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത്, പി നസീമ ടീച്ചർ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, രവീന്ദ്രൻ രാവണേശ്വരം, ടി നാരായണൻ കൊടവലം, വേലായുധൻ, പി സുരേഷ്, കെ സബീഷ്, ദാമോദരൻ മടിയൻ, ബഷീർ ആറങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വസ്മൃതി ഉണർത്തി കരിന്തളം കളരിയിൽ പടയേറ്. തച്ചോളി ഒതേനനുമായി കരിന്തളം ഗ്രാമത്തിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിക്കുന്ന ചടങ്ങാണ് പടയേറ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിന്തളം ഗ്രാമത്തിലെത്തിയ ഒതേനൻ അന്നേ പേരും പ്രസിദ്ധിയുമുണ്ടായിരുന്ന കരിന്തളം ഗുരുക്കളുമായി പടപ്പുറപ്പാട് നടത്തി എന്നാണ് ഐതിഹ്യം. ഈ പടപ്പുറപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വർഷം തോറും വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പടയേറ് നടത്തിവരുന്നത്. വ്രതശുദ്ധിയോടെ 15ഓളം ചെറുപ്പക്കാർ ചേർന്ന കാരാട്ട് ശാസ്താംകാവിൽ പോയി കത്തിയോ പണിയായുധങ്ങളോ ഉപയോഗിക്കാതെ കൈകൊണ്ട് ചെത്തി വൃത്തിയാക്കി കാരക്കകൾ ശേഖരിച്ച് വാളൂരിലെ മുത്തശ്ശിത്തൊണ്ടിൽ കുളിച്ച് പടപ്പുറപ്പാടിനായി എത്തുന്നു. 2 ചേരികളിലായി തിരിഞ്ഞ് കാരക്കേറ് നടത്തിയാണ് കരിന്തളം ഗ്രാമം പൂർവിക സ്മരണ പുതുക്കുന്നത്. അവിടുന്ന് രാവിലെ ബാല്യക്കാർ കാരാട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരാട്ട് പോയി കുളിച്ച് ചെത്തിക്കോരി വൃത്തിയാക്കിയതിന് ശേഷം മുത്തശ്ശിത്തൊണ്ടിൽ വാളൂർ മുത്തശ്ശിത്തൊണ്ടിൽ കുളിച്ചതിന് ശേഷം ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഇവിടെ കാരക്കായി എറിയ മറുവശത്ത് തറവാട്ടിൽ നിന്ന് വരുന്ന യാദവ സമുദായത്തിലെ ബാല്യക്കാരുമായി യുവാക്കളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാരക്കായി എറിയുക എന്നുള്ളൊരു പ്രാചീന സങ്കല്പമാണിത്. പ്രാചീന കാലത്ത് തച്ചോളിയോധനം വന്ന് ഇവിടെ പടപ്പുറപ്പാട് നടത്തിയിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. കരിന്തളം ഗുരുക്കളുടെ സിദ്ധികളെ ബഹുമാനിച്ച തച്ചോളി ഒതേനുള്ള ഉചിതമായ അനുസ്മരണം കൂടിയാണ് ഈ ചടങ്ങ്. കരിന്തളം തറവാട്ടിൽ കുമ്പളങ്ങ മുറിച്ച് കത്തിവെക്കുന്ന സമ്പ്രദായവും പുതിയ കാലഘട്ടത്തിലും മാറ്റമില്ലാതെ തുടർന്നു വരുന്നുണ്ട്. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരക്കാരും മറ്റും പടയേറ് വീക്ഷിക്കുന്നതിനായി എത്തിച്ചേരാറുണ്ട്. കരിന്തളം ഗുരുക്കളോടുള്ള ആദരവിൻ്റെ ഭാഗമായാണ് പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരക്കാർ എത്തുന്നത്. കരിന്തളം ഗുരുക്കളോടൊപ്പമാണ് പറമ്പത്ത് ഭഗവതി കുണിയനിൽ എത്തിയത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഈ ദിവസം കാരാട്ടുകാവിലേക്ക് കാഴ്ച എഴുന്നള്ളത്തും നടത്തിവരുന്നു. കാരാട്ട് ശാസ്താംകാവിലെ സ്വയംഭൂ പ്രതിഷ്ഠയ്ക്ക് ഇളനീരഭിഷേകം, മൂരിക്കാനം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് മുന്നോടിയായുള്ള ദീപവും തിരിയും എഴുന്നള്ളത്ത് എന്നിവയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. മാങ്ങാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരം ശ്രീ അയ്യപ്പൻ വിളക്ക് മഹോത്സവം 16-ന് തുടങ്ങും. ഇതിന്റെ ഭാഗമായി 16-ന് രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടക്കും. മാങ്ങാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് 16-ന് തിരിതെളിയും. മഹോത്സവത്തിന്റെ ഭാഗമായി അമരാവതി രക്തേശ്വരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് ചെണ്ടമേളവും മുത്തുകുടകളും പകിട്ടേക്കും. 16-ന് രാവിലെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയാകും. 17-ന് പുലർച്ചെ മുതൽ വിവിധ പൂജാകർമ്മങ്ങൾ നടക്കും. 18-ന് പുലർച്ചെ 1 മുതൽ പൊലിപ്പാട്ട് ആഴിയാട്ടവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭജനമന്ദിരം ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ കുഞ്ഞിരാമൻ നായർ, ബി ബാലകൃഷ്ണൻ, ബി കൃഷ്ണൻ കടവങ്ങാനം, സി രവീന്ദ്രൻ നായർ, കൊട്ടൻ മാങ്ങാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവിതം ഒരു പോരാട്ടമാണെന്ന് പറയുകയും തെളിയിക്കുകയും ചെയ്ത ഫിദൽ കാസ്ട്രോ സ്മരണയ്ക്ക് നീലേശ്വരം പട്ടേനയിൽ പ്രണാമം. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് DM വിനയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫിദൽ കാസ്ട്രോ അണയാത്ത ഒരു ഓർമ്മജ്വാല എന്ന വിശേഷണവുമായി പട്ടേന ജനശക്തിയിലാണ് ക്യൂബൻ വിപ്ലവകാരിയുടെ അനുസ്മരണം നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് CM വിനയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഞാനൊരു വലിയ സമ്പന്നന്റെ പ്രഭുവിന്റെ ജന്മിയുടെ മകനൊക്കെ തന്നെ, പക്ഷേ അതൊന്നും ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും അല്ലെങ്കിൽ ആഗ്രഹമൊന്നും എനിക്കില്ല. എന്റെ വഴി അതല്ല. ഞാനിതാ ഈ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് വഴി തെരഞ്ഞെടുത്ത ഒരാളാണ്. പക്ഷേ നമ്മൾ വിടുന്നില്ല. അങ്ങനെ വിവാഹിതനാവുന്നു, വൃത്താഡയസിനെ വിവാഹം ചെയ്യുന്നു, അടുത്തുള്ള ഒരു വാടക വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുന്നു. അപ്പോഴും ജോലി എന്താണ്?
ഈ പാവങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കുക? ഒരൊറ്റ പൈസയുടെ വരുമാനമില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വാടക വീട്ടിൽ നിന്ന് കുടിയൊഴിയേണ്ടി വരും. എന്താ കാരണം? വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതായി, കാശില്ലാതായി. ഭാര്യയും അപ്പോഴേക്കും ഒരു ചെറിയ മകനും ഉണ്ടാകുന്നുണ്ട്. ഇവർ ചൊടിച്ചു പോവാണ്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞത്. ഫിദലിനെ ഉപേക്ഷിച്ചു പോകുന്നു, സ്പെയിനിലേക്ക് തന്നെ അവർ പോവാണ്. ഫിദൽ തനിച്ചാവുന്നു. അപ്പോഴാണ് നാട്ടിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ആവശ്യമായ ജനപിന്തുണയാർജിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഫിദൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ കൃഷ്ണൻ ഭട്ടതിരി അധ്യക്ഷനായിരുന്നു. നീലേശ്വരം നഗരസഭാ കൗൺസിലർ എ വി സുരേന്ദ്രൻ, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സുരേശൻ, ജനശക്തി വനിതാവേദി സെക്രട്ടറി ബാലചന്ദ്രിക എന്നിവർ സംസാരിച്ചു. ഇ കെ സുനിൽകുമാർ സ്വാഗതവും പി വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കാസർഗോഡ് ടെലിഫോൺ ഭവന് മുന്നിൽ ജീവനക്കാർ പ്രകടനം നടത്തി. ടവർ കോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള നീക്കത്തിനെതിരെ BSNL ജീവനക്കാർ രാജ്യവ്യാപകമായി ഡിസംബർ 15 പണിമുടക്കും. KSRTE വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം. ജാഥ ഡിസംബർ 20 തിരുവനന്തപുരത്ത് സമാപിക്കും. വനാവകാശ നിയമം നടപ്പിലാക്കുക എന്ന ആവശ്യം. കാലിച്ചാനടുക്കത്ത് ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശില്പശാല നടന്നു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. സഹകരണ മേഖല ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിശ്വതുളുവരെ അയാനോ സമാപിച്ചു. 5 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ബദിയടുക്കയിലായിരുന്നു തുളു ഉത്സവം നടന്നു വന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.